ആ മനുഷ്യനെ കണി കണ്ടുകൊണ്ട് ദിവസം ആരംഭിച്ചാൽ ആ ദിവസം മുഴുവനും ദുരിതപൂർണമായിരിക്കും എന്ന ഒരു അന്ധവിശ്വാസം ആ നാട്ടിലാകെ പടർന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത രാജാവിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അതൊന്ന് പരീക്ഷിച്ചറിയുവാനായി രാജാവ് അയാളോട് പിറ്റേ ദിവസം അതിരാവിലെ കൊട്ടാരത്തിലെത്തുവാൻ ആവശ്യപ്പെട്ടു. രാവിലെ കൊട്ടാരത്തിലെത്തിയ ആ മനുഷ്യനെ കണി കണ്ടുകൊണ്ട് രാജാവ് ആ ദിവസം ആരംഭിച്ചു. നിർഭാഗ്യവശാൽ രാജാവ് പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആ ദിവസം രാജാവിന് വളരെയേറെ ദുരിതപൂർണമായിരുന്നു. തിരക്ക് മൂലം രാജാവിന് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുവാൻ പോലും സാധിച്ചില്ല. വൈകുന്നേരം കോപിഷ്ഠനായ രാജാവ് അയാളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് അയാളെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചു. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, എൻ്റെ മുഖം കണി കണ്ടതിന് അങ്ങയ്ക്ക് നഷ്ടമായത് ഒരു നേരത്തെ ആഹാരമാണ്. അതിനുള്ള ശിക്ഷയായി അങ്ങയ്ക്ക് തൂക്കുമരവും വിധിച്ചു. എന്നാൽ അങ്ങയുടെ മുഖം ഇന്ന് ഞാൻ കണി കണ്ടതിന് എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതം തന്നെയാണ്. അതിനുള്ള ശിക്ഷ എന്താണാവോ? രാജാവ് ലജ്ജിച്ച് തല താഴ്ത്തി ആ മനുഷ്യനെ വെറുതെ വിട്ടു. പ്രിയരെ, പലപ്പോഴും ഇതാണ് മനുഷ്യരുടെ മനോഭാവം. മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ചെറിയ ചെറിയ ദുരിതങ്ങളെപ്പോലും പെരുപ്പിച്ചു കാട്ടാനും അതിന് ശിക്ഷ വിധിക്കുവാനും നമ്മൾ മുൻപന്തിയിലാണ്. എന്നാൽ നമ്മൾ മൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും പലപ്പോഴും നമ്മൾ അവഗണിക്കുകയും മറന്നുകളയുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒന്ന് മറന്നു നോക്കാം. പകരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. സാവധാനം നമുക്ക് നല്ല മനുഷ്യരായി മാറാമെന്നേ. ഗോഡ് ബ്ലെസ് യു.